രചന രവി വാര്യത്ത്. അവതരണം അംബിക നായർ. ഈ സുഭദ്രേച്ചിക്ക് എന്താ പറ്റിയത്? വന്ന അന്നു മുതൽ വടക്കേ അറയിലെ കട്ടിലിൽ കയറി ഒറ്റ കിടപ്പാണല്ലോ. ഒരു മിണ്ടാട്ടവുമില്ലാതെ. പണ്ടൊന്നും സുഭദ്രേച്ചി ഇങ്ങനെ ആയിരുന്നില്ല. പ്രായത്തിൻ്റെ പക്വതയൊന്നുമില്ലാതെ ഏതു നേരവും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റുമായി തമാശകൾ പറഞ്ഞ് ഓടി നടന്നിരുന്ന സുഭദ്രേച്ചിയാണ് ഇതെന്ന് പറയാൻ തന്നെ പറ്റാത്ത മാറ്റം. സുഭദ്രേച്ചിക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വാതിലടച്ച് ഒറ്റയ്ക്കിരിക്കാനൊന്നും സുഭദ്രേച്ചിയെ കിട്ടില്ല. പ്രായം കൊണ്ട് 5-6 വയസ്സ് എന്നേക്കാൾ മൂത്തതാണെങ്കിലും ആ വ്യത്യാസമൊന്നും പെരുമാറ്റത്തിനുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെയുള്ള സുഭദ്രേച്ചിയുടെ പെരുമാറ്റം കാണുമ്പോൾ പ്രായം എന്നേക്കാൾ കുറവാണോ എന്ന് തോന്നും. ആ സുഭദ്രേച്ചിക്ക് വന്ന ഈ മാറ്റം ഞങ്ങളെല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ഒരാഴ്ചയായി അച്ഛനും അമ്മയും മനസമാധാനത്തോടെ ഒന്ന് ഉണ്ടിട്ടും ഉറങ്ങിയിട്ടും. അമ്മയുടെ കരച്ചിലും മൂക്കുപിഴിച്ചിലും കേൾക്കാത്ത നേരമില്ലെന്നായി. എൻ്റെ കൂട്ടുകാർക്ക് പോലും സുഭദ്രേച്ചിയുടെ ഭാവമാറ്റം കണ്ട് സങ്കടം തോന്നിയിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാം കണ്ടും കേട്ടും സങ്കടത്തേക്കാൾ കൂടുതൽ മനസ്സിൽ പേടിയായിരുന്നു തോന്നിയിരുന്നത്. പ്രത്യേകിച്ചും കരച്ചിലൊഴിയാത്ത അമ്മയുടെ മുഖം കാണുമ്പോൾ. കഴിഞ്ഞ ആഴ്ചയാണ് സുഭദ്രേച്ചി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നത്. അന്നു മുതലേ സുഭദ്രേച്ചിക്ക് വന്ന ഈ ഭാവവ്യത്യാസം ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. കല്യാണം കഴിഞ്ഞുപോയ സുഭദ്രേച്ചിയല്ല തിരിച്ചു വന്ന സുഭദ്രേച്ചി. പഴയ ചിരിയും കളിയും എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. പകരം ആ മുഖത്ത് ആസകലം വിഷാദവും നിരാശയും നിറഞ്ഞു നിന്നിരുന്നു. തീരെ പ്രതീക്ഷിക്കാത്ത സുഭദ്രേച്ചിയുടെ വരവും കൂടെ വന്നവരുടെ വിരിയാത്ത മുഖവും എന്തോ ഒരു പന്തികേടിൻ്റെ ലക്ഷണമായി തോന്നിച്ചിരുന്നുവെങ്കിലും അതെന്താണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അച്ഛനും അമ്മയ്ക്കും എന്തോ ചിലതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം വടക്കേ അറയുടെ അടച്ചിട്ട വാതിലിനപ്പുറത്തു നിന്നും അമ്മയും സുഭദ്രേച്ചിയും കൂടി വഴക്കിടുന്നതും ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നും തോന്നിയാൽ അമ്മ മുണ്ടിൻ്റെ കൊന്തല കൊണ്ട് കണ്ണുകൾ തുടച്ച് പുറത്തേക്ക് വന്ന് അച്ഛനോട് എന്തോ രഹസ്യം പറയുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സംസാരം കേൾക്കാനോ ശ്രദ്ധിക്കാനോ നിൽക്കാറില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, സുഭദ്രേച്ചിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന്. പ്രായം 16 കഴിഞ്ഞെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ഞാനൊരു ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നത് കൊണ്ടാകാം സുഭദ്രേച്ചിയെ പറ്റിയൊന്നും എന്നോട് പറയാറില്ല. സുഭദ്രേച്ചിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഊന്തളത്തിൽ വിളമ്പി വെച്ച ആഹാരങ്ങൾ കഴിക്കാൻ അമ്മ സ്നേഹത്തോടെയും ദേഷ്യത്തോടെയും നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് സുഭദ്രേച്ചി വടക്കേ അറയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതും നേരാവണ്ണം ഒരു ഡ്രസ്സ് പോലും ഇടാതെ. ഇനി വന്നിരുന്നാൽ തന്നെ കിണ്ണത്തിലുള്ളതൊക്കെ ഒന്നുകൂടി കുഴച്ചിരിക്കുമെന്നല്ലാതെ ഒരു പിടി പോലും കഴിക്കാറുമില്ല. 10 മിനിറ്റ് കൊണ്ട് കുളിച്ചു വരാറുള്ള സുഭദ്രേച്ചി 1 മണിക്കൂർ കഴിഞ്ഞാലും ആരെങ്കിലും ചെന്ന് വിളിക്കാതെ കുളിമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങില്ല എന്നായി. പുറത്തേക്ക് വന്നാലോ ഒന്നുകിൽ തോർത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുളിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. മനസ്സും ശരീരവും പിണങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു സുഭദ്രേച്ചി. ശരീരം ഇവിടെയാണെങ്കിൽ മനസ്സ് മറ്റെവിടെയോ എന്ന പോലെ. വടക്കേ അറയുടെ തുറന്നിട്ട ജാലകപ്പടിയിൽ സുഭദ്രേച്ചി പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ് എപ്പോഴും. ആരെയോ കാത്തിരിക്കുന്ന പോലെ, ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെ. എന്താ ഈ സുഭദ്രേച്ചിക്ക് പറ്റിയത്? സുഭദ്രേച്ചിയുടെ മനോനില ഇങ്ങനെ തകിടം മറിയാൻ എന്താണ് ഉണ്ടായത്? എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ചാരിയിട്ട് വടക്കേ അറയുടെ വാതിലിന് മുന്നിൽ ചെന്ന് ഞാൻ ചെവി കൂർപ്പിച്ചു നിന്നു. അകത്തു നിന്നും അമ്മയുടെ സംസാരം എനിക്ക് കുറേശ്ശെ കേൾക്കാനുണ്ട്. എൻ്റെ കുട്ടിയെ, നീ ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്നാൽ ഞങ്ങൾക്ക് എന്ത് സമാധാനമുള്ളത്? പറ്റിയത് പറ്റി, അത് പോട്ടെ. അവർ നിന്നെ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ എന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് നീ ഇങ്ങനെ ബേജാറായിട്ട് എന്താ കാര്യം? സങ്കടപ്പെടാതെ സമാധാനമായിട്ടിരിക്കെ ഒന്നാലോചിച്ചാൽ അവർ പറഞ്ഞതും കാര്യമല്ലേ?